ഏപ്രിൽ 2 ഓട്ടിസം ദിനം. ഓട്ടിസത്തിൻ്റെ സിമ്പൽ നോക്കുക. ഇത് പല കളറുകളും ഒരു ജിക്സോ പസിലിൻ്റെ സിമ്പലും ഉള്ളതാണെന്ന് കണ്ടില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ഓട്ടിസം ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ല. അതിൽ ഒരുപാട് ഒരു സ്പെക്ട്രം ഡിസോർഡറാണ്. പല തരത്തിലും പല ടൈപ്പിലും ഉണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾ ശരിക്കും ജിക്സോ പസിൽ പോലെ ഒരു വിസ്മയമാണ്. ഇവർ മന്ദബുദ്ധികളോ ബുദ്ധിമാന്യമുള്ള കുട്ടികളോ അല്ല. എന്നാൽ ഇവർ വളരെ സ്പെഷ്യലാണ്. ഇവരെ നേരത്തെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇവരെയൊക്കെ ഇൻ്റർവെൻഷൻ കൊടുക്കുകയോ സഹായിക്കുകയോ ചെയ്യാൻ പറ്റുകയുള്ളൂ. എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? 6 മാസമായിട്ടും ഒരു കുഞ്ഞ് അമ്മയുടെ മുഖത്തേക്ക് ഇൻറ്റൻസായിട്ട് നോക്കുകയോ ചിരിക്കുകയോ ചെയ്യാതിരിക്കുക. അതുപോലെ 1 വയസ്സായിട്ടും പേര് വിളിച്ചാൽ പോലും ശ്രദ്ധിക്കാതിരിക്കുക. ഒരു ബാബ്ലിംഗ് പോലും ഇല്ല. അതുപോലെ തന്നെ ആവശ്യങ്ങളൊന്നും പോയിൻ്റ് ചെയ്യുന്നില്ല. അതുകൂടാതെ തന്നെ അവരെ 1.5 വയസ്സായിട്ടും ഒരു അർത്ഥമുള്ള ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല, ഒന്നും ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല. കൂടാതെ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കുകയോ ഹഗ് ചെയ്യുകയോ ചെയ്താൽ പോലും അവരത് ഇഷ്ടപ്പെടുന്നില്ല. അവരെപ്പോഴും അവരുടേതായ ഒരു ലോകത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചിലപ്പോൾ ഒരു കസാരയിൽ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു കാറിൻ്റെ വീൽ എപ്പോഴും കറക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളിത് സംശയിക്കേണ്ടത്. 100-ൽ 1 കുട്ടികളിൽ കണ്ടുകൊണ്ടിരുന്ന ഓട്ടിസം ഇപ്പോൾ 36-ൽ 1 കുട്ടിയിലാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപാട് സമയം മൊബൈൽ TV ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളിലും ഇത്തരം പ്രകൃതം കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് നിർത്തുമ്പോഴേക്കും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിശ്ചയമായിട്ടും 1.5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കുട്ടികൾക്കൊരു സ്ക്രീനിങ് ചെയ്തിട്ട് അവരെ നമുക്ക് സഹായിക്കാൻ ശ്രമിക്കാം. താങ്ക് യു.